ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫ്ലോ ഫുഡ്സ്. ഇന്നത്തെ റെസിപ്പി ഫ്രൈഡ് ഐസ്ക്രീമാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ഐസ്ക്രീം വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ കോൺഫ്ലേക്സ് എടുക്കുക, കുറച്ച് ഇതൊന്ന് പൊടിച്ച് വയ്ക്കുക. നന്നായി പൊടിയരുത്, ക്രഷ് ചെയ്താൽ മതി ഒന്ന്. ഇപ്പോൾ കോൺഫ്ലേക്സ് ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വനില ഐസ്ക്രീമാണ് വേണ്ടത്. അപ്പോൾ ഐസ്ക്രീം സ്കൂപ്പായിട്ട് എടുക്കാം. ഇതാ ഞാനിവിടെ വനിലേൻ്റെ ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊരു സ്കൂപ്പ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് അതിൽ ഇതേപോലെ വയ്ക്കുക. ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ എടുത്തിട്ട് വെക്കണം. ഇതേപോലെ അടുത്ത സ്കൂപ്പും കൂടി എടുക്കാം. അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറായാലും മതി. ഇവിടെ 4 സ്കൂപ്പ് ഐസ്ക്രീം ഞാൻ ഇതേപോലെ കോൺഫ്ലേക്സിൽ മുക്കിയിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാം. നമ്മൾ ഐസ്ക്രീം ബോൾസ് എല്ലാം ഫ്രീസറിലൊരു 4-5 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിക്കാം. നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഐസ്ക്രീം ബോൾസൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഫ്രീസായിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളയിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലോറിൻ്റെ പൊടിയില്ലേ, ക്രഷ് ചെയ്ത് വെച്ച് അതിലേക്ക് ഒന്നുകൂടി മുക്കിയെടുക്കാം. അപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തണുപ്പോട് കൂടി തന്നെ മെൽട്ടാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം വെച്ച് കൊടുക്കണ്ട, ഒരു 10-15 സെക്കൻഡ് മാത്രം മതി. നമുക്ക് പൊരിച്ച ഐസ്ക്രീം ഞാനിത് 4 വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും കട്ട് ചെയ്ത് നോക്കാം. പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ, താങ്ക് യു.